എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലല്ല, അത് നമ്മുടെ ആത്മാവിൽ നിന്ന് വരേണ്ട ആത്മസന്തോഷമായിരിക്കണം. പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ എപ്പോഴും ഇടം പിടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന പ്രക്രിയകളിലോ അധികം പണം സമ്പാദിക്കുന്നതിലോ അങ്ങനെ ഒന്നിലുമല്ല. എത്രയോ പണം ഉള്ള ആൾക്കാർ അവസാന കാലം അവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ചരിത്രം നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. കുറേ പ്രശസ്തി നേടിയ മനുഷ്യരും അവസാന കാലം അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കാലം തന്നെ അവരറിയപ്പെടാതെ പോകുന്നു. ലോകകർമ്മ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം കർമ്മഫലത്തിൻ്റെ പല വിസ്മയങ്ങളും. ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകൾ മറ്റുള്ള മനുഷ്യരിലായിരിക്കരുത് എന്ന് പലപ്പോഴും ആത്മീയ ചിന്തകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാസ്പദമാക്കിയ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ ഞാൻ പറയുന്ന കഥകളൊന്നും ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ കഥകളെ അല്ല, എവിടെയോ വായിച്ച കഥകൾ, എവിടെയോ കേട്ട കഥകൾ, എൻ്റെ കുടുംബത്തിലെ മൂത്ത കാരണവന്മാർ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മാവന്മാർ ഇവരൊക്കെ പറഞ്ഞു തന്ന കഥകൾ, പല പ്രസംഗങ്ങളും കേട്ട കഥകൾ അങ്ങനെയാണ്. എൻ്റെ കഥകളൊന്നും ഞാനിതുവരെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, ഈ കഥയ്ക്ക് വരുന്നത് ലണ്ടനിൽ നടന്നൊരു സംഭവം എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു എഴുത്തുകാരി, ഒരു പോയിറ്റായിരുന്നു, കവിയത്രി ആയിരുന്നു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തുണയെ അവർ കണ്ടുപിടിച്ചു. കുടുംബക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവർ അതുകൊണ്ട് വിഷമിച്ചില്ല. അവർ തന്നെ അവരുടെ സമ്മതത്തിന് വേണ്ടിയൊന്നും കാത്തിരുന്നില്ല. അവരെ ചെറുപ്പകാലത്ത് അവർ തീരുമാനിച്ച് അവർ കല്യാണം കഴിച്ച് അവരൊരു നല്ലൊരു വളരെ ഒരു കവികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറേ പൂക്കളും കുറേ മരങ്ങളും പ്രകൃതി രമ്യമായ ഒരു ഗ്രാമത്തിൽ അവർ സന്തോഷമായി അവർ ജീവിതം ആരംഭിക്കുന്നു. എങ്കിലും ഈ കവിയത്രിക്ക് എപ്പോഴും തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കുടുംബത്തിലുള്ള പലരെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി എപ്പോഴും ഒരു ശനിയാഴ്ച ആ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും ഒരു കത്തിലാക്കിയിട്ട് തൻ്റെ അച്ഛനും അമ്മയ്ക്കും അനുജനും എല്ലാം അയക്കും. എല്ലാവരുടെ പേരും വെച്ച് ഈ കുടുംബത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ മാസം അവർ ഹണിമൂൺ പോയിട്ട് വന്ന കാര്യങ്ങളൊക്കെ ആ ആഴ്ച അറിയിച്ചു. പിന്നെ ഓരോ ആഴ്ച 2-3 മാസം കഴിയുമ്പോൾ അവൾ ഗർഭിണിയായെന്നുള്ള ശുഭവാർത്ത, അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചത്, പിന്നെ കുഞ്ഞിന് സ്കൂളിൽ പോയത്, ആ കുട്ടി വളർന്നത്, വലിയ കുട്ടിയായത്, ആ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്, അതിൽ ജനിച്ചൊരു കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് ആ ഫോട്ടോ, അങ്ങനെ എല്ലാം അയച്ച് ഇവർക്ക് 50 വയസ്സാകുന്ന സമയം പറഞ്ഞ് അടുത്ത ആഴ്ച എനിക്ക് 50 വയസ്സ് തികയാൻ പോവുകയാണ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലമായി, ഇത്രയൊക്കെ നടന്നു, ഇതുവരെ നിങ്ങളിൽ നിന്ന് എനിക്കൊരു കത്തും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, ഒരു വരിയെങ്കിലും നിങ്ങൾ ഒരു കത്തെഴുതി. അതായത് അത് മൊബൈലും വലിയ ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു കത്ത് മാത്രം എഴുതുന്ന, അല്ലെങ്കിൽ കത്ത് മൂലം മാത്രം കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഒരു കാലം. അപ്പോൾ പുള്ളിക്കാരി വളരെ വിഷമത്തിൽ എഴുതും, എനിക്ക് ഇതുവരെ നിങ്ങൾ ഒരു കത്ത് പോലും എനിക്ക് അയച്ചിട്ടില്ലല്ലോ, പക്ഷെ എന്തോ ആഴ്ചക്കൊരിക്കലും നിങ്ങൾക്ക് ഒരു കത്ത് അയക്കുന്നതിൽ എനിക്ക് എന്തോ ഒരു സന്തോഷമുണ്ട്. ആ കത്തുകൾ എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയും നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് പോലെയും ഞാൻ സന്തോഷിച്ച് ഓർത്ത് പോകും. ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ 50 വയസ്സാകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ആശംസയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് അയക്കുകയാണ്. പുള്ളിക്കാരുടെ പിറന്നാൾ അന്ന് കാലത്ത് എണീറ്റ സമയം തൊട്ട് പോസ്റ്റ്മാൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു 3 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വലിയൊരു ബോക്സിൽ, വളരെ വലിയൊരു ബോക്സിൽ ഒരു
ഗിഫ്റ്റായിട്ട് വരുന്നുണ്ട്, ഗിഫ്റ്റ് റാപ്പർ ചെയ്തിട്ട്. ഗിഫ്റ്റ് റാപ്പറല്ല, സാധാരണ പാക്ക് ചെയ്തിട്ട്. ഗിഫ്റ്റ് റാപ്പർ എന്ന് പറയാൻ പറ്റില്ല. വരുന്നു, പോസ്റ്റ്മാൻ കൊണ്ടു തന്നു, കൊടുക്കുന്നു. പോസ്റ്റ്മാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വളരെ സന്തോഷിച്ച് കൊടുക്കുന്നു. ഇവിടെ വളരെ ഒന്ന് ഓർത്ത് നോക്കൂ, വിവാഹം കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കളെ കണ്ടിട്ടില്ല, അവരൊക്കെ ഇവരെ തിരസ്കരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, വളരെ സന്തോഷമായിട്ട്. രണ്ടുപേരും എഴുത്തുകാർ, രണ്ടുപേരും പോയറ്റ്സ്, രണ്ടുപേരും പ്രകൃതിയെ ആഘോഷിക്കുന്നു, അവർ പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷിച്ച്, പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ കാലത്തും അതെ, പല സ്ഥലങ്ങളിലുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്നേഹിക്കുന്ന ആൾക്ക്. സിനിമ കാണുമ്പോൾ ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്, ഹീറോ ഹീറോയിൻ ഒന്നാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബമടക്കം അത് സമ്മതിക്കുന്നില്ല. അങ്ങനെയാണത് അല്ലേ? പലരും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില കുടുംബങ്ങളിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെയുള്ള യങ്സ്റ്റേഴ്സ് വളരെ നല്ല ആലോചിച്ച് വൃത്തിയായി നന്നായൊരു ക്ലാരിറ്റി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ കുറച്ച് ഡെവലപ്മെൻ്റ് ഉണ്ട്. പണ്ടൊന്നും അങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ സമയത്ത് പോലും അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും ഇല്ല. ഞങ്ങൾക്ക് അധികാരങ്ങളില്ല. എൻ്റെ അമ്മ പറഞ്ഞത്, മോൻ ജനിച്ചപ്പോൾ മോനെല്ലാം ഞങ്ങൾ മാതാപിതാക്കൾ ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എന്തൊക്കെ ചെയ്തു തരണോ അതൊക്കെ നന്നായി ചെയ്തു തരാൻ അച്ഛനും അമ്മയ്ക്ക് അറിയാം എന്നങ്ങനെ ചിരിച്ച് പറയാറുണ്ട്. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ലവ് മാരേജ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇനി അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്ന് രണ്ട്, അപൂർവമാണ്. അത് കാരണം ഇങ്ങനെ പറഞ്ഞ് വളർത്തിയത് കൊണ്ടായിരിക്കാം. പക്ഷേ സിനിമകളിലൊക്കെ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, റിയൽ ലൈഫിൽ പലരും അത് സമ്മതിക്കുന്നില്ല. അതിൽ പല ശരികളുമുണ്ട്, തെറ്റുകളുണ്ട്, ന്യായങ്ങളുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അത് പക്ഷേ ഇത് അക്കാലത്ത് ലണ്ടൻ പോലുള്ള മഹാനഗരങ്ങളിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഈ കഥകൾ വായിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെ കഥയ്ക്ക് വരട്ടെ 3 മണിക്ക് ഈ ഗിഫ്റ്റ് വരുന്നു, ഒരു പാർസൽ വരുന്നു. വളരെ ആകാംക്ഷയോടെ അവളും അവളുടെ ഭർത്താവും പേരട്ടാങ്ങളും എല്ലാവരും കൂടി നോക്കുമ്പോൾ ഭയങ്കര ഷോക്ക്, വളരെ ഷോക്ക്. എന്താ വെച്ചാൽ ഈ കവയിത്രി അയച്ച എല്ലാ കത്തുകളും ഇവരുടെ മാതാപിതാക്കൾ തിരിച്ചയച്ചിരിക്കുകയാണ്. അതിൽ വല്ലാത്തൊരു ഷോക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കത്തും അവർ തുറന്നു നോക്കിയിട്ടില്ല. അതങ്ങനെ ഒട്ടിയത് അങ്ങനെയുണ്ട്. അവൾക്ക് ദുഃഖം സഹിക്കുകയ്യ. അവളുടെ ഭർത്താവ് അവളെ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിച്ചിട്ട്, സാരല്ലേ പോട്ടെ, നീ ഇനിയും കത്തുകൾ എഴുതിക്കൊള്ളൂ, കത്തുകൾ എഴുതുമ്പോൾ നിനക്കൊരു സന്തോഷമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ കഥ തീരുകയാണ്. ഇവിടെ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇത്രയൊക്കെ ഉണ്ടാകുള്ളൂ സമൂഹം. നമ്മൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ചെന്ന് കയറിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കൊണ്ട് കുറേ നല്ല പേരുകൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോ, അല്ലെങ്കിൽ കുറേ പണം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആളാകുന്നുള്ളതുകൊണ്ടോ ഒന്നുമല്ല. 100 വീടുണ്ടെങ്കിലും 500 ബെഡ്റൂം ഉണ്ടെങ്കിലും ഒരു ബെഡ്റൂമിൽ ഒരു 6 ഫീറ്റിൽ 6 അടിക്കുള്ള സ്ഥലത്ത് നമ്മൾ ഉറങ്ങാൻ പറ്റുള്ളൂ. 100 കാറുണ്ടായിക്കോട്ടെ, എനിക്ക് ഇനിയൊരു വീട് വാങ്ങിക്കാൻ പോവാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് പ്രശംസ ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ലല്ലോ. നമ്മൾ ഈ ഭൂമിക്ക് വെറും നമ്മൾ പിക്നിക്ക് വന്നതുപോലെയാണ് നമ്മുടെ സോൾ വേൾഡിൽ നമ്മൾ വരുന്നത്. ഇവിടെ നമുക്ക് ചില കടമകളുണ്ട്. അപ്പം നമ്മളെ പോലുള്ളവർക്ക് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ധ്യാനം ചെയ്യാം, മറ്റുള്ളവർക്ക് സഹായിക്കാം, നമുക്കറിഞ്ഞ അറിവുകൾ പകർന്നു കൊടുക്കാം, കുടുംബത്തിലുള്ള നമ്മുടെ കാര്യങ്ങളും ബാക്കിയുള്ള ജോലി സ്ഥലത്തുള്ള കടമകളും നമ്മൾ ചെയ്യും. ഇതെല്ലാം പോലും ഒരു പ്രതീക്ഷയില്ല. ഭഗവത്ഗീതയിൽ പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്താണ് തരേണ്ടത്, നമുക്ക് എന്താണ്, നമ്മൾ തെറ്റ് പറയട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇങ്ങനെ പോവുക. ഒരു ദിവസം വരുമ്പോൾ നമ്മുടെ കടമകൾ കഴിയും. ദൈവം നമ്മളെങ്ങനെ 2 കൈ കൊണ്ട് നമ്മുടെ ആത്മാവിനെ സ്വീകരിച്ച് നമ്മുടെ ഈ ശരീരത്തിന് ഭൂമിയിൽ വിട്ടിട്ട് പോകും. അത്രയേ ഉള്ളൂ. അത് വളരെ ലളിതമാണ് ഈ ജീവിതം. അതിൽ നമുക്ക് ആത്മാനന്ദമാണ്, നമുക്ക് സന്തോഷം. നമുക്ക് പ്രത്യേകിച്ച് ധ്യാനം ചെയ്യുന്ന ആ സമയത്ത് കിട്ടുന്നൊരു സന്തോഷം അപൂർവമാണത്. നമ്മളെ തന്നെ നമ്മൾ കാണുക, നമ്മൾ ആരാന്നറിയുക, നമ്മൾ ആത്മാവാണെന്നറിയുക. അത് ധ്യാനം ചെയ്യുന്ന 45 നിമിഷം മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താലും അത് ഫോക്കസോടുകൂടി, കോൺസെൻട്രേഷനോടുകൂടി, സത്യമായ സ്നേഹത്തോടുകൂടി, പവിത്രതയോടുകൂടി അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അളവില്ലാത്ത ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ലേ. അതേപോലെ ചക്രാസൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും, പിന്നെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും,
നമ്മൾ സത്സംഗത്തിൽ ചേരുമ്പോഴും നല്ല മനുഷ്യരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാനും അവരെ ഏതെങ്കിലും വകയിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ഒരു പെർസീവറൻസ് ഒരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ. അതിനെപ്പറ്റിയൊരു കോട്ട് ഞാൻ വായിച്ചത് എനിക്ക് ഷോക്കായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എതിരിലുള്ള ആൾ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിരുന്നെങ്കിലും അവനെ ശിക്ഷിക്കാനായിട്ടുള്ള അധികാരം നമ്മുടെ അടുത്തുണ്ടെങ്കിലും അവനെ ക്ഷമിക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ, അവനെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് ആത്മീയത ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്. നമ്മളും അതുപോലെ സ്നേഹിക്കാനും, പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, ബൈബിൾ പറയുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്നതിൽ എന്താണുള്ളത്? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ കുറേ ചിരിച്ചിട്ട് സംസാരിക്കുന്ന, സ്നേഹത്തോട് സംസാരിച്ച് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറ്റി തെറ്റായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ വളരെ കൂടുതലാണ് ഇക്കാലത്ത്. പക്ഷെ അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് അവരെയും നമ്മൾ സ്നേഹിച്ച് അവർക്ക് നല്ലത് വരട്ടെ, അവരുടെ ബുദ്ധി മാറട്ടെ എന്ന് അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അത് വലിയ വിസ്മയമാണ്, അല്ലെങ്കിൽ നല്ലതാണെന്ന്. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്ന അതിലെന്താ വലിയ കാര്യമുള്ളത് എന്നുള്ള ആ ഒരു ചിന്താബോധമൊക്കെ നമ്മൾ ഉൾക്കൊണ്ട്, പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതം വളരെ ഈ ഒരു മനുഷ്യ ജീവിതം കിട്ടുന്ന വളരെ ലക്കുള്ള ആൾക്കാരെ കിട്ടുള്ളൂ പറയാം അല്ലേ. എത്ര പേർക്കൊക്കെയാണ് അതും കുറവൊന്നുമില്ലാണ്ട് നമുക്ക് നിറയെ നല്ല ആയുസ്സും നമുക്ക് നല്ല ആരോഗ്യം എല്ലാം തന്ന്, നല്ല കുടുംബം, നല്ല മാതാപിതാക്കൾ, നല്ല ഇല്ലത്തിൽ ജനിക്കുന്നു, നല്ല ദൈവഭക്തിയിൽ ജനിക്കുന്നു, നമ്മൾ പിന്നെ ആത്മീയതയിൽ വരുന്നു, ധ്യാനം ചെയ്യുന്നു, നമ്മളാൽ കഴിയുന്ന മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നു, പുണ്യം ചെയ്യുന്നു. അങ്ങനത്തെ നല്ല ജീവിതം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ദൈവത്തോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, എല്ലാവരോടും നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. പക്ഷെ ആരോടും നമുക്ക് ഈ കഥയിൽ പറയുന്നത് പോലെ ഒരിക്കലും ആരോടും പ്രതീക്ഷകൾ ഉണ്ടാകരുത്. അത് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന വലിയൊരു പാഠം. അവിടെ സ്നേഹിക്കാം, പക്ഷെ ഒരിക്കലും പ്രതീക്ഷകൾ ഉണ്ടാകരുത്. പ്രതീക്ഷകൾ നമ്മളെപ്പോഴും ആത്മജ്ഞാനത്തിലുള്ള, സംബന്ധപ്പെട്ട അറിവിലുള്ള ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം ഒരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചം, ഈ കോസ്മിക് എനർജി നമ്മളെ എല്ലാവരെയും കാത്ത് പരിപാലിക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്തൊരു കഥയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.